ശ്രീ ഉല്ലാസ് ബാബു, ഇതൊരു തെരഞ്ഞെടുപ്പ് രംഗമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ സ്ഥാനാർത്ഥിമാരെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിമാർ അണിനിരന്നിട്ടേ ഉള്ളൂ. ഈ സ്ഥാനാർത്ഥിത്വവുമായി ചൊല്ലി ഉണ്ടാവുന്ന കലഹങ്ങൾ, പുതുതായി വരുന്ന സ്ഥാനാർത്ഥികൾ, പെട്ടെന്ന് താങ്കൾ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഒരാൾ വന്നാൽ വരട്ടെ, നല്ലതല്ലേ എന്ന്. ഓക്കെ, അങ്ങനെ വരുന്ന ധാരാളം പേരുണ്ടാവും. രാഷ്ട്രീയത്തെ സംബന്ധിച്ച ക്വാളിറ്റി ജനങ്ങൾ വിലയിരുത്തുമ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ കാണുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ല, ഒരു സംശയമില്ല. രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ജനങ്ങൾ വിലയിരുത്തും. ആ ജനങ്ങൾ വിലയിരുത്തുന്നതിനാണല്ലോ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവസരം വരുന്നത്. സ്വാഭാവികമായിട്ട് അവർ വിലയിരുത്തുക തന്നെ ചെയ്യണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം, ഇപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച ശ്രീ CC മുകുന്ദൻ, അദ്ദേഹം ജനങ്ങൾ വിലയിരുത്തി ജയിച്ച് MLA ആയിട്ടുള്ള വ്യക്തിയാണ്. നിലവിൽ MLA ആണ് അദ്ദേഹം. ആ MLA ആയിട്ടുള്ള വ്യക്തിയാണ് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ചേരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് കൊട്ടാരക്കരയിൽ ഞങ്ങളുടെ രശ്മി എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ള പ്രവർത്തക, അവരെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ്. ജനങ്ങളുടെ വിലയിരുത്തിയിട്ടുള്ളതാണ്, ജനങ്ങൾ നല്ല വോട്ട് കൊടുത്തിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ട് അവർ BJPയിലേക്ക് ചേർന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, ഒരു വ്യക്തി ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് വരുന്ന സമയത്ത് ആ വ്യക്തി ഉന്നയിക്കുന്ന വിഷയത്തിൽ കൃത്യമായിട്ടുള്ള കാമ്പുണ്ട് എങ്കിൽ, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ, അത് പ്രായോഗികമായി ശരിയാണെന്നുള്ള ബോധ്യമുണ്ട് എങ്കിൽ നമുക്കത് അംഗീകരിക്കാവുന്നതാണ്. അവിടെ വരുന്നവരെല്ലാവരും സ്ഥാനമോഹികളാണ് എന്നുള്ളത് നമ്മൾ കരുതരുത്. എന്നാൽ സ്ഥാനമോഹിക്കുന്നവരും ഉണ്ടാകാം. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ശൈലി തന്നെ മാറിയില്ലേ? ഇപ്പോൾ നമ്മൾ തന്നെ നോക്കൂ അഭിലാഷേ, ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ ഒരു വിഷയമാണ് ചർച്ച. കണ്ണൂരിനകത്ത് ശ്യാമള എന്ന് പറയപ്പെടുന്ന MB ഗോവിന്ദൻ എന്ന് പറയപ്പെടുന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ സ്ഥാനാർത്ഥിയായ സമയത്ത് അവിടുത്തെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ആൾ രാജിവെച്ച് പോകുന്നു. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു. ഇത്യാദി കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടാണ്. 9-ാം തീയതി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇനി 9-ാം തീയതി വരെ ഇനി നെട്ടോട്ടമാണ്, ഓട്ടമാണ്, പുകച്ചലാണ്, ചൂടാണ്. പക്ഷേ ഈ മീനച്ചൂടിൽ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള അടിസ്ഥാനവർഗമായിട്ടുള്ള നിരവധി ആളുകൾ നേരിടുന്ന കുറേ പ്രയാസങ്ങളുണ്ട്. വികസനത്തിൻ്റെ കാലുകൾ ഇങ്ങനെ അക്കമിട്ടൊക്കെ ഇവരിങ്ങനെ കലക്കുമ്പോൾ UDFും LDFും കാലാകാലമായിട്ട് കേരളത്തിനകത്ത് ഇരുന്നിട്ട് ഇന്നും അടിസ്ഥാന വർഗമായി തന്നെ തുടരുന്നു. പട്ടിണിക്കാർ ഇന്ന് പട്ടിണിക്കാരായി തന്നെ തുടരുന്നു. ഗതികേടുകാർ ഇന്ന് ഗതികേടുകാരായിട്ട് തന്നെ തുടരുന്നു. മെഡിക്കൽ കോളേജിലാണെങ്കിൽ മരുന്നുമില്ല, നല്ല ചികിത്സയുമില്ല. അഥവാ ഒരാൾ ചികിത്സിക്കാൻ വരുമ്പോൾ അത്രയും മറന്നു വെക്കും. ഇത്യാദി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയാണെങ്കിൽ കുട്ടികളൊക്കെ നാട്ടിൽ നിന്ന് പറന്നുപോയി ഇത് വയസ്സായവരുടെ നാടായി മാറിക്കൊണ്ടിരിക്കുക. അതും ക്ഷേമമാണെന്നാണ് പറയപ്പെടുന്നത്. അടിസ്ഥാന വർഗത്തിൻ്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വിഷമങ്ങൾ ഇത്യാദി കാര്യങ്ങളിൽ ഇന്നും അകന്നു പോയിട്ട് മേൽത്തട്ടിലുള്ള ചില കാര്യങ്ങൾ ചെയ്തത് ഈ നടന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഫ്ലക്സുകൾ ഇങ്ങനെ നിറയ്ക്കല്ലേ, മാറുന്നു, തിരിക്കുന്നു, ഇരിക്കുന്നു, ഇങ്ങനെ വെച്ച് കലക്കുന്നുണ്ട്. പിണറായി വിജയൻ്റെ പടവും വെച്ചിട്ട് LDFിന് നമ്മുടെ നികുതി പണം വെച്ചിട്ടാണ് ഈ അഭ്യാസങ്ങൾ മുഴുവൻ. ആ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ നമ്മൾ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളത്. അപ്പോൾ അടിസ്ഥാനവർഗ രാഷ്ട്രീയത്തിൻ്റെ കൃത്യമായിട്ടുള്ള അവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ഡെവലപ്മെന്റ് പൊളിറ്റിക്സിന്, ഒരു വികസിത സമൂഹത്തിന് പോസിറ്റീവ് പൊളിറ്റിക്സിലേക്കാണ് ഞങ്ങൾ കാണുന്നത്.